ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. റോമാലേഖനമാണല്ലോ ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. ഇന്ന് റോമാലേഖനം 2-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ തിന്മയെക്കുറിച്ചും ആണ് നമ്മൾ വായിച്ചത്. 2-ാം അധ്യായത്തിൽ ആ തിന്മയ്ക്കെതിരായിട്ട് മുഖപക്ഷമില്ലാത്ത ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുക. നമുക്ക് മറ്റൊരാളെ മനുഷ്യനെ വിധിക്കാൻ അവകാശമില്ല. കാരണം വിധിക്കുന്ന മനുഷ്യൻ ആരെ വിധിക്കുന്നുവോ അവൻ ചെയ്യുന്ന അതേ പാപം തന്നെ ചെയ്തുകൊണ്ടാണ് നാം ഓരോരുത്തരും മറ്റൊരാളെ വിധിക്കുന്നത്. അതുകൊണ്ട് നമുക്കാരെയും വിധിക്കാൻ അവകാശമില്ല. ദൈവം മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവനാണ്. ദൈവം പിന്നെ എന്തുകൊണ്ടാണ് നിസ്സീമമായ കരുണ നമുക്ക് നൽകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരമാണ് ദൈവം നമുക്ക് നൽകുന്നതെന്ന് പൗലോസ് ഇവിടെ പറയുന്നു. ഇത് നമ്മൾ സുവിശേഷ ഭാഗങ്ങൾ വായിച്ചപ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിച്ചു. യേശു തമ്പുരാൻ പറഞ്ഞതായ ഒരു ഉപമ. ഒരു മനുഷ്യനൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിൽ ചില അത്തിവൃക്ഷത്തെ നട്ടു. 2-3 വർഷമായിട്ട് ഫലം നൽകാത്ത വൃക്ഷം വെട്ടിക്കളയുവാൻ യജമാനൻ ആവശ്യപ്പെട്ടപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, യജമാനെ, 1 വർഷം കൂടി നമുക്ക് നോക്കാം, വളമിടാം, കിളയ്ക്കാം, വെള്ളമൊഴിക്കാം, ഒരു പക്ഷേ ഫലം കായ്ച്ചെങ്കിലോ. ആയതുപോലെ ദൈവം ഓരോ ദിവസവും നമുക്ക് നൽകുന്നത് നമ്മൾ മാനസാന്തരപ്പെടുന്നതിന് വേണ്ടിയാണ് കരുണ നമുക്ക് നൽകുന്നത്. അതിന് നമ്മൾ വിധേയപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ന്യായവിധിക്ക് യോഗ്യരാകും. 6-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകുന്നവനാണ്. 9-ാം വാക്യത്തിൽ വായിക്കുന്നു, തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അഥവാ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും. എന്തുകൊണ്ടാണ് ആദ്യം യഹൂദന്? അവനാണ് ആദ്യം നിയമം നൽകപ്പെട്ടത്. അതുകൊണ്ട് അവൻ ആദ്യം ശിക്ഷിക്കപ്പെടും. അതിനുശേഷം 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജാതികളുടെ അവസ്ഥ എന്താണ്? അവരെ ദൈവം എങ്ങനെ വിധിക്കും? അവിടെ പൗലോസ് പറയുന്നത്, ന്യായപ്രമാണം ലഭിച്ചവനെ ന്യായപ്രമാണം അനുസരിച്ച് വിധിക്കുമ്പോൾ ന്യായപ്രമാണം ലഭിക്കാത്തവനെ അവൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ദൈവം അവനെ വിധിക്കും. ജാതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യായപ്രമാണം അവരുടെ മനസ്സാക്ഷിയാണ്. അപ്പം അതുകൊണ്ട് ന്യായവിധി എല്ലാവർക്കുമുണ്ട്. താഴെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മളിത് കണ്ടതാണ്. 31 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് പറഞ്ഞു, ന്യായം വിധിക്കുമ്പോൾ തേജസ്സോടെ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങൾ അവൻ മഹത്വത്തോടെ വരും, സിംഹാസനത്തിലിരിക്കും, ഭൂമിയിലുള്ള സകല ജാതികളെയും തൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തും. ഇടയൻ ആടുകളെ വേർതിരിക്കുന്നത് പോലെ അവിടെ ഒരു വേർതിരിവ് നടക്കും. ചെമ്പരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തുമായിട്ട് നിർത്തും. അതുപോലെ ആ സമയത്ത് ജാതികളെ വിധിക്കുന്നത് അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ചാണ്. നിയമം ലഭിച്ചവർക്ക് നിയമം അനുസരിച്ചാണ് ന്യായവിധി. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഠിനമായ ശിക്ഷയ്ക്കാണ് സാധ്യത. കാരണം നിയമം നമുക്ക് തന്നു കഴിഞ്ഞു. ആദ്യം യഹൂദന് കൊടുത്തു. അതിനകത്ത് ഏതൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യരുത്, ഏതാണ് നന്മ, ഏതാണ് തിന്മ എല്ലാം കാണിച്ചു കൊടുത്തു. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് വന്നപ്പോൾ അതിനുള്ള വിശദീകരണങ്ങളും പഠിപ്പിക്കലുകളും വ്യക്തമായി നമുക്ക് നൽകി. ഇന്ന് ഞാനും നിങ്ങളും ഒരു തെറ്റ് ചെയ്യുന്നെങ്കിൽ തെറ്റെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഏതെന്ന പ്രതീക്ഷയിൽ ദൈവം മനുഷ്യനെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള കാരണം തെറ്റെന്നറിഞ്ഞുകൊണ്ട് അവൻ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ദൈവം അവനെ അവിടെ കുഞ്ഞായിട്ടല്ല അവിടെ സൃഷ്ടിച്ചത്, പൂർണ്ണ മനുഷ്യനായിട്ടാണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇത് നന്മയാണ്, ഇത് തിന്മയാണ്, ഇത് നിനക്ക് ഭക്ഷിക്കാം, ഇത് ഭക്ഷിക്കാൻ പാടില്ല. പിന്നെ അവൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് പാപം അവിടെ ചെയ്തത്.
എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് ഏദനിലെ പാപം എന്തെന്നുള്ളതിന് പിതാക്കന്മാർ കൊടുക്കുന്ന ഉത്തരം മിസ്യൂസ് ഓഫ് ഫ്രീഡം വാസ് ദ സിൻ ഓഫ് ഏദൻ എന്നാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗമാണ്. അറിവിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് ആ തെറ്റുകൾ അവിടെ ചെയ്യുന്നത്. ഞാനും നിങ്ങളും ഒക്കെ തെറ്റുകൾ ചെയ്യുന്നത് അറിവിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ശിക്ഷ കൂടുതലാണ്. ജാതികളെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം അവർക്ക് ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് അപ്രകാരമുള്ള ഒരു ശിക്ഷ അവർക്ക് ലഭിക്കാൻ സാധ്യത ഇല്ല. എന്നാൽ അവരുടെ മനസ്സാക്ഷി ആണ് അവരുടെ നിയമം. മനസ്സാക്ഷിക്കനുസരിച്ച് ദൈവം അവരെ വിധിക്കും എന്നുള്ളതാണ്. 17 മുതലുള്ള വാക്യങ്ങളിൽ യഹൂദരും അവരുടെ നിയമവും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. യഹൂദൻ അഭിമാനം കൊള്ളുന്നത് അവർക്ക് ന്യായപ്രമാണം ലഭിച്ചു എന്നതിലാണ്. അങ്ങനെ ആ ന്യായപ്രമാണത്തിൽ അഭിമാനം കൊള്ളുന്നവൻ എന്തുകൊണ്ട് അത് അനുസരിക്കുന്നില്ല? ഇവിടെ പൗലോസ്ലീഹ ചോദിക്കുന്നു, നീ അന്ധന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനുമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നുവോ? നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം വിജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ചോളം ഇതല്ലേ സംഭവിക്കുന്നത്? മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ സമൂഹം, അതിൽ നേതൃത്വത്തിലുള്ളവരും എല്ലാവരും ഉണ്ട്. അതുകൊണ്ടാണ് അതിന് മുമ്പ് പൗലോസ്ലീഹ പറഞ്ഞ് നിയമമുള്ളവർക്ക് ശിക്ഷ കൂടുതലാണ്, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന നമ്മളത് തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് മുമ്പ് പറഞ്ഞ ഉപമ ഓർക്കുക. സ്വന്തം കണ്ണിൽ കോല് വെച്ചുകൊണ്ട് സഹോദരൻ്റെ കണ്ണിലെ കല്ല് നീക്കുവാൻ നീ ശ്രമിക്കുന്നത് എന്ത്? അതുകൊണ്ട് യഹൂദൻ അഭിമാനിക്കുന്നത് അവന് നിയമം ലഭിച്ചു എന്നുള്ളതിലാണെങ്കിൽ അതിലല്ല ദൈവം അഭിമാനം കൊള്ളുന്ന. ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ നീതി അതിന് മുഖപക്ഷമില്ല. അതുകൊണ്ട് ആ നീതിയുടെ മുൻപാകെ നമ്മൾ ഒരിക്കൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധ്യത്തോടെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. യഹൂദന്മാർ അഭിമാനിച്ചത് അബ്രാഹാമിലാണ്. അബ്രാഹാം അല്ലെങ്കിൽ പാരമ്പര്യം വഴിയായി ദൈവത്തിൽ പ്രശംസിച്ചു. ആ രീതിയിൽ അവർക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. തങ്ങൾ പരിച്ഛേദന ഏറ്റവരാണെന്നുള്ള ആ ദൈവവുമായുള്ള ഉടമ്പടിയിൽ പ്രവേശിച്ചവരാണെന്നുള്ള മേന്മ അവർക്കുണ്ട്. അതുകൊണ്ട് പ്രത്യേക സൗജന്യമൊന്നും നിങ്ങൾക്കുണ്ടാവുകയില്ല. അവർ വിചാരിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ദൈവത്തോടുള്ള ഉടമ്പടി പരിച്ഛേദനകൾ നടത്തുകയും ചെയ്തപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് സൗജന്യം ലഭിക്കുമെന്ന് യഹൂദൻ പ്രതീക്ഷിക്കുന്നു. പൗലോസ്ലീഹ പറഞ്ഞു, ഒരിക്കലും അത് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥ പരിച്ഛേദന എന്നാൽ യഥാർത്ഥ സമർപ്പണമാണ്. അല്ലാതെ ശരീരത്തിൽ പരിച്ഛേദന ഏറ്റുകൊണ്ട് മാത്രം കാര്യമില്ല. എന്ന് പറഞ്ഞാൽ കർമ്മപരമായി കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നതിലാണ് ദൈവം ഓരോരുത്തരെയും വിലയിരുത്തുന്നത്. അതുകൊണ്ട് വിജാതിയേക്കാൾ യഹൂദന് ആ കാര്യത്തിൽ ശ്രേഷ്ഠത ഒന്നും തന്നെയില്ല. പിന്നെ പൗലോസ്ലീഹ പറയുന്നു, നീ അഭിമാനിക്കുമ്പോൾ ഈ പ്രമാണങ്ങൾ ഒന്നുമില്ലാതെ നന്മ ചെയ്യുന്നവൻ നിന്നേക്കാൾ മെച്ചമാണ്. ദൈവത്തിൻ്റെ യഥാർത്ഥമായ ന്യായവിധി ജാതിയുടെയോ വംശത്തിൻ്റെയോ പേരിലല്ല,
ദൈവകൽപ്പനയോടുള്ള ഹൃദയപൂർവമായ അനുസരണ ജീവിതത്തിലാണ് ആ ന്യായവിധി അവിടെ നടത്തുക. അതുകൊണ്ട് ആ ന്യായവിധിയെക്കുറിച്ചാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്ക് ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവികമായ വെളിപ്പെടുത്തലുകൾ പൂർണ്ണതയിൽ ലഭിച്ചതുകൊണ്ട് നാം വളരെ ശ്രദ്ധിച്ച് ജീവിക്കുകയും മറ്റുള്ളവരെ തെറ്റിൽ നിന്ന് നമ്മൾ തിരുത്തുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ശിക്ഷ കൂടുതലാണ്. എന്നാൽ ജാതികളെ സംബന്ധിച്ചിടത്തോളം നിയമം അവർക്ക് ലഭിച്ചിട്ടില്ലാത്തതിനാൽ അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ദൈവം അവരെ വിധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമയോ മാതാപിതാക്കളുടെ പേരിലുള്ള മഹിമയോ ഒന്നും നമുക്ക് ന്യായവിധിയിൽ നമ്മെ സഹായിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ നിയമം അനുസരിച്ച്, നീതി അനുസരിച്ച് ഭൂമിയിൽ ജീവിപ്പാനും പ്രവർത്തിക്കാനും നമുക്കിടയായി തീരണം. അതിന് ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഈ 2-ാം അധ്യായം വായിച്ച് ധ്യാനിക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.